നമുക്കൊപ്പം റിട്ടയർഡ് SP KG സൈമൺ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ KG സൈമൺ, മുൻപെങ്കും കേട്ടിട്ടില്ലാത്ത ഒരു സംഭവത്തിലൂടെയാണ് നമ്മളെല്ലാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, കേരളം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ആ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് അവിടെ അതിനുള്ളിൽ നിന്നും. ഇനി അത് ഈ ഒരു ഗോപൻ സ്വാമിയുടെ മൃതദേഹമാണോ എന്നാണ് തിരിച്ചറിയേണ്ടത്. ഇനിയുള്ള നടപടികളൊക്കെ ഏത് രീതിയിലാകും, അത് എത്രമാത്രമാകും ആ ഒരു ദുരൂഹത നീക്കാൻ സഹായം ആകുക? ഗുഡ് മോർണിംഗ്. അത് ഗോപൻ സ്വാമി തന്നെയാണ് മൃതദേഹം എന്നുള്ള കുട്ടികളെല്ലാം പറയുന്നത്. അങ്ങനെ അത് തന്നെയാണ് സത്യം എന്നുള്ളത് നമുക്കറിയാം. കാരണം അല്ലാതെ അവർക്ക് കള്ളത്തരം പറയേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇത് മരണം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള അന്വേഷണം കഴിയുമ്പോൾ മാത്രമേ മരണം എങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം ചെയ്ത് കെമിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് കിട്ടി, അതുപോലെ തന്നെ മറ്റ് ഡിസ്കഷൻ കഴിഞ്ഞ്, അതുപോലെ കേസിന്റെ അന്വേഷണ ഡിസ്കഷൻ കഴിഞ്ഞ് അതിന്റെ ഒരു ഡിസ്കഷനൊക്കെ വരുമായിരിക്കും. വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് എങ്ങനെയാണ് മരിച്ചത് എന്നറിയാനായിട്ട് പറ്റുകയുള്ളൂ. അതിനുശേഷം മാത്രമാണ് കേസ് ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് നാച്ചുറൽ ഡെത്തോ അൺനാച്ചുറൽ ഡെത്തോ അല്ലെങ്കിൽ മറ്റെന്ത് തരത്തിലുള്ള ഡെത്താണെങ്കിൽ അത് ആ രീതിയിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ശ്രീ KG സൈമൺ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള കാര്യമാണ് ഇനി സ്ഥിരീകരിക്കേണ്ടത്. ജീവനുള്ളപ്പോൾ തന്നെയാണോ ഇനിയും അദ്ദേഹത്തെ അടക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ എത്ര ദിവസത്തിനകം അറിയാനായിട്ട് സാധിക്കും? ഇല്ല, അത് നമുക്കൊരു കെമിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് ഇപ്പോൾ സാധാരണ 1 മാസം കിട്ടേണ്ടതാണ്. അത് അർജന്റ് കേസാണ്. പിന്നെ DNA ഫിംഗർ പ്രിന്റിംഗ് എല്ലാം നടത്തുന്നുണ്ടാവും. ഇവര് DNA നടത്തും. അതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ഇത് അറിയാൻ പറ്റുകയുള്ളൂ, എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ദുരൂഹത നമുക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഒരു മാസമൊക്കെ എടുക്കും ഇതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി വരാൻ. പക്ഷേ റിപ്പോർട്ടിൽ മാത്രം പോരല്ലോ, റിപ്പോർട്ടിൽ മാത്രമല്ല ഇതിന്റെ കാര്യം. ഒരു കേസിന്റെ അന്വേഷണത്തിൽ ഈ ഒരു കാര്യം കൊണ്ട് മാത്രം നമുക്കൊരു അന്വേഷണം പൂർത്തിയാക്കാൻ പറ്റത്തില്ല. അതിന്റെ സാഹചര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കേസിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എങ്ങനെയാണ് അവിടെ വന്നത്, എങ്ങനെ വന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സാഹചര്യ തെളിവുകളും ഇതും കൂടി വന്നാൽ മാത്രമേ കേസ് പരിപൂർണമായിട്ട് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. ഒരു കാര്യം വെച്ചുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് ശരിക്കും ഈ ഒരു കേസ് നാട്ടുകാർ ഇങ്ങനെ ഒരാളെ കാണുന്നില്ല, ഒരു മിസ്സിംഗ് കേസായിട്ടുള്ള പരാതിയാണ്. അതാണ് പോലീസ് ഏറ്റെടുത്ത് ഇപ്പോൾ ഇത്രയും വലിയൊരു കാര്യത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഇനിയുള്ള അന്വേഷണം ഏത് രീതിയിലായിരിക്കും നടക്കുക മുന്നോട്ട്? അത് പോലീസ് ഏറ്റെടുത്തതല്ല. പോലീസ് ഇപ്പം ഇത് പോലീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പോലീസ് ചെയ്യുന്നത്. പോലീസായിട്ട് മുന്നോട്ട് വന്ന് ഏറ്റെടുക്കുന്നതല്ലല്ലോ. അതായത് പോലീസ് ഈ കേസിൽ പോലീസ് ചെയ്തിട്ടുള്ള കാര്യം ഏറ്റവും നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം ചെന്നപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് വലിയൊരു പ്രശ്നമുണ്ടായി, ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ട് പോലീസ് പിന്മാറി. രണ്ടാമത് വളരെ മാന്യമായ രീതിയിൽ തന്നെ അവർ മറ്റു കാര്യങ്ങൾ നടപടികൾ മുന്നോട്ട് പോയി. ബഹുമാനപ്പെട്ട കോടതിയാണ് സപ്പോർട്ട് ചെയ്തു. കോടതി സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ ആരാണെങ്കിലും നിയമത്തിന് അതീതരായിട്ട് ആരും പോകാൻ പറ്റത്തില്ല. നമ്മളിപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും നിയമത്തിന് അതീതരായിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ അതിനൊരു സാവകാശം പോലീസ് എടുത്തു. പോലീസുകളുടെ ഭംഗിയായ രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്തെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ ചിലർ പറയുന്ന പോലെ അന്ന് എന്തുകൊണ്ട് ചെയ്തില്ല, അന്ന് എന്തുകൊണ്ട് അടിച്ചില്ല, അന്ന് എന്തുകൊണ്ട് പിടിച്ചില്ല എന്ന് പറയുന്നത് ശരിയൊന്നുമല്ല. കാരണം ഇത് വളരെ സെൻസേഴ്സിലെ കാര്യങ്ങളാണ്. ഒരു സൈഡിൽ ഇങ്ങനെ ഭാര്യയും മക്കളും നിൽക്കുന്നു, മറു സൈഡിൽ ഇതുപോലെ നിൽക്കുന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ഇത് വെച്ച് മുതലെടുക്കാൻ വേണ്ടി കുറെ പേര് ശ്രമിക്കുന്നു. പക്ഷെ ഇവർക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു, ഈ വീട്ടുകാർക്ക് ഒരു കാര്യം ചെയ്യായിരുന്നു. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ധാരാളം ഉണ്ട് അവിടെ, സംഘടനകളുണ്ട്. അവരോട് ആരെങ്കിലും പറയുമോ എന്ത് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അവർക്ക് അവരെയും വിശ്വാസമില്ല വന്നതിലേ എനിക്ക് വിഷമമുള്ളൂ. അവരെയും വിശ്വാസമില്ല വന്നു. അവിടുത്തെ വാർഡ് കൗൺസിലർ ഉണ്ടായി, അവരോടും പറയായിരുന്നു, പോലീസോട് പറയാം. മറ്റുള്ള കാര്യങ്ങൾ അവർ തന്നെ ചെയ്തോട്ടെ. ഇപ്പം അച്ഛനെ കാണിക്കത്തില്ല, ഓക്കെ സമ്മതിച്ചു, അച്ഛനെ കാണിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഇപ്പോഴും ഉണ്ടല്ലോ, മറ്റ് ചില മതങ്ങളിലൊക്കെ ഉണ്ടല്ലോ, അച്ഛനെ ഒന്നും കാണിക്കത്തില്ല. അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡെഡ് ബോഡി കാണിക്കത്തില്ലല്ലോ, ആരെയും കാണിക്കത്തില്ലല്ലോ. അത് ചെയ്തത് കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ പിന്നെ അച്ഛനെ കാണിക്കത്തില്ല, അവിടെ ഇത് നടത്തുന്നോട്ട് ആരും കയറത്തില്ല, ഓക്കെ ആരും കയറ്റത്തില്ല, ഒരു മനുഷ്യൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇവരാരെങ്കിലും ഒരാളെങ്കിലും വെച്ച് രണ്ടുപേരെ വെച്ചോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ പോട്ടെ. പക്ഷേ ഈ നമ്മളെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നത് ഇവർ തന്നെയാണ് പറയേണ്ടത്. ഇങ്ങനെ സംശയമുള്ളതുകൊണ്ട് ചെയ്യട്ടെ എന്ന് പറയാനുള്ളൊരു ഇതുണ്ടാകണമായിരുന്നു. പക്ഷെ അവർ വിശ്വാസം കൊണ്ടും അവർ അച്ഛനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും, എനിക്ക് അതേപ്പറ്റി അറിയത്തില്ല. പക്ഷെ നിയമപരമായിട്ട് വരുമ്പോൾ ഇപ്പോൾ എടുത്ത തീരുമാനം ഏറ്റവും നല്ല തീരുമാനമാണ്. ഇതാണ് ആപ്റ്റായിട്ടുള്ള കാര്യം.
സർ, ഒരു ചോദ്യം കൂടി ഒരു സംശയ ദൂരീകരണത്തിന് വേണ്ടി ചോദിക്കുന്നുണ്ട്. അതായത് ഈ പൂജാദ്രവ്യങ്ങൾ കണ്ടെത്തി എന്ന് പറയുന്നല്ലോ, അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ പോസ്റ്റ്മോർട്ടത്തിനെ അല്ലെങ്കിൽ മറ്റ് ഫോറൻസിക് നടപടികളെ ബാധിക്കുമോ? ഇല്ല, അതൊന്നും ബാധിക്കുന്നില്ല. അതിന്റെ ഒരു കാര്യങ്ങളും ഡെഡ് ബോഡി ആയിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയില്ല, അതിൻ്റെ അടുത്തൊന്നുമില്ല. ഇതിപ്പം അങ്ങനെ വരത്തില്ല. ഇപ്പം വിസ്ര എടുക്കുന്നുണ്ടല്ലോ, വിസ്ര എടുക്കാന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ എടുക്കുന്നത്, പുറത്തുള്ള ഭാഗങ്ങളല്ല വിസ്രയായിട്ട് എടുക്കുന്നത്. വിസ്ര എടുത്താണ് ഇതിന്റെ എല്ലാം അയക്കുന്നതൊക്കെ, ഹാർട്ടിന്റെ കുറച്ച് ഭാഗം പിന്നെ അങ്ങനെ ഒത്തിരി ഭാഗങ്ങൾ എടുത്തിട്ടാണ് ഇവർ അയച്ചു കൊടുക്കുന്നത്. പിന്നെ പുറത്തുള്ള ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനും പറ്റും. ഇത് കിട്ടാൻ തന്നെ അറിയാൻ പറ്റും, എന്തെങ്കിലും കൊണ്ട് അറിയാൻ പറ്റും. എന്തെങ്കിലും പോറലോ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊരു ഡോക്ടർമാർക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ കെ ജി സൈമൺ, റിട്ടയർഡ് SP, ഈ ഒരു സമയത്ത് നമ്മളോടൊപ്പം പ്രതികരിച്ചതിന്.